സുഭാഷ് ബാബു റിട്ടയർഡ് SP ഞാൻ അങ്ങയോട് ചോദിച്ച ചോദ്യം, അഡീഷണൽ DGPക്ക് ഇത്ര അധികാരങ്ങൾ കൊടുത്ത് വളർത്തിയതാണോ ഇപ്പോൾ ഈ തിരിച്ചടിയുടെ കാരണം? സുഭാഷ് ബാബു, താങ്കൾ എങ്ങനെയാണ് ഈ വെളിപ്പെടുത്തലുകളെ കാണുന്നത്? എത്ര ഗുരുതരമാണ് PV MLA യുടെ വെളിപ്പെടുത്തലുകൾ? ഒരു പരിധിവരെ ഡോക്ടർ അരുണിൻ്റെ അഭിപ്രായം ശരിയാണ്. കാരണം അദ്ദേഹം കേരള പോലീസിൻ്റെ ആദ്യവും അവസാനത്തെ വാക്കായിട്ട് അജിത് കുമാർ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഇപ്പോൾ കേരള സംസ്ഥാനത്ത് എല്ലാവർക്കും അറിയാം. കാരണം അദ്ദേഹമാണ് പോലീസിൻ്റെ ഭാഷ്യങ്ങൾ മുഴുവൻ പുറത്തേക്ക് പറയുന്നത്. അത് ഏതെങ്കിലും സംഭവ വികാസങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ കേരള പോലീസിൻ്റേതായിട്ട് സംസാരിക്കാൻ അദ്ദേഹത്തിനാണ് മാത്രമാണ് അധികാരപ്പെടുത്തിയിരിക്കുന്നത്. അതേമാതിരി തന്നെ ഏതെങ്കിലും ക്രമസമാധാന പ്രശ്നം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ നോർത്തേൺ റേഞ്ചിലുണ്ടായാൽ പോലും ആ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും അദ്ദേഹം വന്ന് ചെയ്യുന്ന രീതിയിൽ അദ്ദേഹത്തിലൂടെ ചെയ്യുന്നു എന്നുള്ള രീതിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അർത്ഥം അതായത് അദ്ദേഹം ഒരു സൂപ്പർ പവർ, അതായത് അദ്ദേഹം സമസ്ത കാര്യങ്ങളിലും ഇടപെട്ട് ഭരണനിർവഹണം നടത്തുന്ന ഒരു സർവാധികാരി എന്നുള്ള രീതിയിൽ പൊതുവെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരഭിപ്രായമുണ്ട്. അദ്ദേഹത്തിൻ്റെ ആശീർവാദമില്ലാതെ അനുഗ്രഹമില്ലാതെ അനുവാദമില്ലാതെ പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കൊന്നും കേരള പോലീസ് നിലനിൽപ്പില്ല എന്നുള്ളതാണ് പരസ്യമായ രഹസ്യം. അത് ഡോക്ടർ അരുണും എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ട ഇതൊരു ഉദാഹരണം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതായത് നമ്മളിപ്പോൾ പ്രൈം മിനിസ്റ്റർ വരുന്ന അവസരത്തിൽ അദ്ദേഹത്തെ ഏതെങ്കിലും രീതിയിൽ അപ്രൈസ് ചെയ്യുക, അതിലെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക, അദ്ദേഹത്തിനെ അനുധാവനം ചെയ്യുന്ന പ്രധാനപ്പെട്ട ആളുകളാരാണെന്നുള്ള ഉദ്യോഗസ്ഥന്മാർ ചീഫ് സെക്രട്ടറിയും DGP ആണ്. കാരണം അതിനപ്പുറത്ത് ഒരാൾ സാധാരണ ചെയ്തതായിട്ട് നമ്മളാരും കണ്ടിട്ടില്ല. എൻ്റെ ചരിത്രത്തെ ഞാൻ ഇതുമായിട്ട് വളരെ അടുത്ത് ഈ VIP ബന്ധവുമായിട്ട് ചെയ്തിട്ടൊരു ഉദ്യോഗസ്ഥനാണ്. കേരള സംസ്ഥാനത്ത് എല്ലാ സ്ഥലത്തും എന്നെ വിളിച്ച് ചെയ്യിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. അതെൻ്റെ അർത്ഥം ഇവിടെ ചീഫ് സെക്രട്ടറിയെ പോലും സൈഡ് ലൈൻ ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും പ്രൈം മിനിസ്റ്റർക്ക് വിശദീകരിച്ച് കൊടുക്കുന്നത് ഇദ്ദേഹമാണ്. ഇത് മുഴുവൻ ഞാനാണ്, എൻ്റേതാണ്, ഞാനാണ് ഇത് മുഴുവൻ നിയന്ത്രിക്കുന്നത് എന്നുള്ള രീതിയിലൊരു ധാർഷ്ട്യം കൂടെ അതിൽ നിന്ന് നമ്മൾ പ്രതിധ്വനിച്ചിരുന്നു. അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ DGP എന്ന് പറയുന്ന ആ വ്യക്തി സ്ഥലത്തേ ഇല്ല, അതായത് അപ്രസക്തനായി. അതുപോലെ തന്നെ ചീഫ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, വളരെ പരിധിനപ്രജ്ഞനായ ഒരു ഉദ്യോഗസ്ഥനാണ് ഡോക്ടർ വേണു. അദ്ദേഹത്തിനെ പോലും സൈഡ് ലൈൻ ആക്കിക്കൊണ്ട് എന്ത് കാര്യങ്ങളും ഏത് കാര്യവും അദ്ദേഹം പറയുമ്പോൾ ഇത് ഒരു സാധാരണയല്ലേ. കാരണം അതിൽ DGP വേറെ ചില ഉദ്യോഗസ്ഥന്മാരാണ് അവിടെ പോകാൻ വേണ്ടിയിട്ട് ഇതൊന്നും മേൽനോട്ടം വഹിക്കാൻ. പക്ഷേ അദ്ദേഹത്തിനെ ഓവർ പവർ ചെയ്തുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ തീരുമാനമായിട്ടാണ് അജിത് കുമാറിനെ ഈ സ്ഥലത്തേക്ക് അയക്കുന്നത്, അദ്ദേഹം ഇത് ചെയ്യണമെന്ന് തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെന്തുകൊണ്ട് എന്ന് പറയുമ്പോൾ ഇതാണ് ഒരു സൂപ്പർ പവറായി അദ്ദേഹം DGPക്ക് മുകളിൽ പ്രവർത്തിക്കാനുള്ള എല്ലാ അധികാര സ്വാതന്ത്ര്യങ്ങളും അനുവദിച്ചു കൊടുത്തു ഗവൺമെൻറ് എന്നുള്ള ഒരു കാരണം കൊണ്ട് അദ്ദേഹത്തിനോട് തീർച്ചയായിട്ടും എല്ലാവർക്കും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് വലിയ എതിർപ്പുണ്ട്. പിന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ട് കുറേയധികം പരാതികൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞിരിക്കുന്ന സോളാർ കേസിലായാലും, അതുകൊണ്ട് നമ്മുടെ സ്വപ്ന സുരേഷിൻ്റെ കേസായാലും, അങ്ങനെ വിവിധ കേസുകളിൽ എല്ലാ കേസുകളിലും അദ്ദേഹത്തിൻ്റെ ഒരു കയ്യൊപ്പ് അദ്ദേഹത്തിന് ആവശ്യമില്ലാത്ത കാര്യത്തിലാണ്. അദ്ദേഹം വിജിലൻസിൽ ഡയറക്ടറായിരിക്കുമ്പോഴാണ് നമ്മുടെ സ്വപ്ന സുരേഷിൻ്റെ വീട്ടിൽ പോയതിന് ശേഷം അവിടുന്ന് സരിത്തിനെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് യാതൊരു അധികാരവും ഇല്ല. അദ്ദേഹത്തിന് ആ വിങ്ങിലുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അദ്ദേഹം ഒരു രീതിയിലും ചെയ്യാൻ പാടില്ല. അത് കഴിഞ്ഞ് അദ്ദേഹം അതിനകത്ത് അപഹാസ്യനായി, ഗവൺമെൻറ്റിനും അതിനകത്ത് കൈകൊള്ളി. അപ്പോൾ ഇങ്ങനെയുള്ള അനാവശ്യമായ കാര്യങ്ങളൊക്കെ അദ്ദേഹം ഈ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിച്ചതാണോ ഇപ്പോൾ ADGPക്ക് വിനയായത്? അഥവാ ഈ രാജഭക്തിയൊക്കെ ഒരു കൊള്ളക്കാരൻ്റെ അഭിനയം മാത്രമായിരുന്നോ? താങ്കൾക്ക് എന്താണ് തോന്നുന്നത് ശ്രീ സുരേഷ് ബാബു? തീർച്ചയായിട്ടും അദ്ദേഹം അത് ചെയ്യുന്നത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹത്തിന് അന്ന് വിജയ് സാക്കറെ എന്ന് പറയുന്ന ഒരു ശക്തൻ ഇതേ സ്വഭാവക്കാരൻ വേറൊരാളുണ്ടായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു പരിധി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അന്നേരം അദ്ദേഹം ഇവിടുന്ന് ഏതെങ്കിലും രീതിയിൽ രക്ഷപ്പെട്ടു പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ടിരുന്നു. അത് അന്വേഷണത്തിലേക്ക് പോകുമെന്നും ഒക്കെ വന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഇവിടെ നിന്ന് രക്ഷപ്പെടാതെ പോയാൽ അദ്ദേഹം ആയപ്പോൾ ആ സ്ഥലത്തേക്ക് ആ ഗ്യാപ്പിൽ പിടിച്ചു കയറാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം നേരത്തെ തന്നെ ഉള്ള തയ്യാറെടുപ്പുകളാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നിരീക്ഷണമാണ്. ഞാൻ അങ്ങയിലേക്ക് വരാം.